ഹായ് നമസ്കാരം കൂട്ടെ. അപ്പോൾ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ തൊഴിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് കേൾക്കാം. അങ്ങനെയാണ് നമ്മുടെ ഈ പാറ്റകളുടെ സമരമൊക്കെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ തൊഴിലില്ലാത്തതല്ല, നമ്മൾ അവസരങ്ങളെ തിരിച്ചറിയാത്തതാണ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കുകളിലൊക്കെ ഒരുപാട് ലോൺ കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ചെറിയ പ്രൊഡക്ഷൻ യൂണിറ്റ് കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട്. അത് മാത്രമല്ല, വലിയ രീതിയിലുള്ള സബ്സിഡിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം പലപ്പോഴും നിങ്ങളിത് തിരിച്ചറിയാതെ പോകുന്നതാണ് നിങ്ങളുടെ ഒരു പ്രശ്നം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു നാഷണലൈസ്ഡ് ബാങ്കിലേക്ക് ചെന്നിട്ട് വലിയ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ലോൺ കിട്ടും എന്നൊന്ന് അന്വേഷിച്ച് നോക്കേ. ഒരുപാട് പ്രൊജക്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് കുടുംബശ്രീ യൂണിറ്റ് ഒക്കെ മെമ്പറായിട്ടുള്ള ആളാണെങ്കിൽ, ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഹാച്ചറി യൂണിറ്റ്, മുട്ട വിരിയിക്കുന്ന ഹാച്ചറി യൂണിറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപയുടെ ലോണാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു 10-40% സബ്സിഡി ഉണ്ട്. അതായത് 10 ലക്ഷം രൂപ എടുത്താൽ നിങ്ങൾ 4 ലക്ഷം രൂപ തിരിച്ചടയ്ക്കേണ്ട. വലിയ സബ്സിഡിയുള്ള, അതിന് വലിയ പ്രൊസീജിയറോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ കുറച്ച് ഒരു 5-6 മാസത്തൊക്കെ പഴക്കമുള്ള കുടുംബശ്രീ യൂണിറ്റ് ആയിരുന്നാൽ മാത്രം മതി. നല്ല രീതിയിൽ മുൻ തിരിച്ചടവൊക്കെ കറക്റ്റായിരുന്നാൽ ഒരു പാടുമില്ലാതെ പെട്ടെന്ന് കിട്ടുന്നുണ്ട് ഇപ്പോൾ. കാര്യം നാഷണലൈസ്ഡ് ബാങ്കിനകത്ത് ഇപ്പം ഈ തൊഴിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കമ്പനി ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപേക്ഷിക്കുന്നവരുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് അപേക്ഷിക്കുന്ന എല്ലാവർക്കും ലോൺ കൊടുക്കുന്നുണ്ട്. അപ്പം ഒരുപാട് പ്രൊജക്റ്റുകൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, പിന്നെ ഡിജിറ്റൽ ബിസിനസ് ആയിക്കോട്ടെ, അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിക്കോട്ടെ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇത് തിരിച്ചറിയാനായിട്ട് നിങ്ങൾ ആകെ ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് നിങ്ങളുടെ മുന്നിലുള്ള അവസരം, നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ ഒരുപാട് വിവരങ്ങൾ കിട്ടും. അപ്പം തൊട്ടടുത്തുള്ള നിങ്ങളുടെ നാഷണലൈസ്ഡ് ബാങ്കിലേക്ക് പോവുക. നിങ്ങൾ ഇൻ കേസ് ഇനി കുടുംബശ്രീ മെമ്പറൊന്നും അല്ലെന്ന് വെച്ചോ. അപ്പോൾ ആണുങ്ങൾക്കും ലോൺസ് ഒരുപാടുണ്ട്. ഫാമുകളൊക്കെ തുടങ്ങാനായിട്ട് ഒരുപാട് ലോൺ ഉണ്ട്. വളരെ രസകരമായിട്ടുള്ളൊരു ലോൺ ഉണ്ട്. നാടൻ കഴുത ഫാം തുടങ്ങാമോ? ഏറ്റവും കൂടുതൽ പൈസ 1 കോടി രൂപ വരെ കിട്ടും. 1 കോടി രൂപ വരെ നിങ്ങൾക്ക് കിട്ടും കഴുതയുടെ ഫാമാണ് തുടങ്ങുന്നതെങ്കിൽ. അതുപോലെ തന്നെ കുതിര, അപ്പോൾ ലൈഫ് സ്റ്റോക്ക്. നമ്മുടെ സംശയമുള്ളവർക്ക് നേരെ നമ്മുടെ മൃഗാശുപത്രിയിലൊന്ന് ചെന്ന് ചോദിച്ചാൽ മതി. മൃഗസംരക്ഷണ വകുപ്പിലൊന്ന് ചെന്ന് ചോദിച്ചാൽ മതി, സംഗതി ഉള്ളതാണ്. അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താൽ മതി. അതിനകത്തൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, നാടൻ കഴുതകളെ ആയിരിക്കണം നിങ്ങൾ വളർത്തേണ്ടത്. ഒരു 100 നാടൻ കഴുതകളെ ഉള്ള ഒരു ഫാം നിങ്ങൾക്ക് സെറ്റപ്പ് ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ 1 കോടി രൂപ വരെ കിട്ടും. വേറെ ഒന്നും വേണ്ട, നിങ്ങളൊരു പ്രൊജക്റ്റ് തയ്യാറാക്കി ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടെങ്കിൽ നേരെ ബാങ്കിലോട്ട് കൊണ്ടുകൊടുത്താൽ. കാര്യം ഇതിന് അപേക്ഷിക്കാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ മാത്രം 100 കണക്കിന് പ്രൊജക്റ്റുകളുണ്ട്. നിങ്ങൾ തൊട്ടടുത്ത് നിങ്ങളുടെ ബാങ്കിലോട്ട് ചെന്ന് നോക്കേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഒന്ന് അന്വേഷിച്ചപ്പോഴാണ് ബാങ്കിൽ ഈ ലോണിന് അപേക്ഷിക്കാനാണ് ഈ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ നമ്മുടെ ഇതിപ്പം കൂടുതൽ എക്സ്പാൻഡ് ആവാൻ പോകുന്നതിൻ്റെ ഒരു റീസൺ, നമ്മുടെ വിഴിഞ്ഞം പോർട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ എക്സ്റ്റൻഷനൊക്കെ തീരുമ്പോഴത്തേക്ക് ഒരുപാട് കയറ്റുമതി അവസരങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഉൽപ്പന്നമാണെങ്കിൽ അത് സംബന്ധിച്ചുള്ള നല്ലൊരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി നിങ്ങൾ കൊണ്ടുചെല്ലാണെങ്കിൽ എല്ലാ ബാങ്കിലും ലോൺ തരാൻ തയ്യാറാണ്. ഒറ്റയ്ക്കോ കൂട്ടമായോ ഉള്ള പിന്നെ പ്രൊജക്റ്റുകൾ നിങ്ങൾ തയ്യാറാക്കിയാൽ മതി. നിങ്ങൾ നല്ലൊരു പ്രൊജക്റ്റ് തയ്യാറാക്കുക, ഒരു യൂണിറ്റ് ഉണ്ടാക്കി അതിൻ്റെ നിയമ നടപടികളൊക്കെ ഒന്ന് പൂർത്തിയാക്കി കഴിച്ചാൽ ലൈസൻസൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ഇപ്പോൾ കിട്ടും. നേരത്തെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ ഫാസ്റ്റാണ് ലൈസൻസ് കാര്യങ്ങൾ കിട്ടാൻ. നിങ്ങളൊരു കൂട്ടായ്മ ഉണ്ടാക്കി നേരെ ചെന്നാൽ മാത്രം മതി. ഇപ്പം ലോണുകൾ ഒരു പാടുമില്ല. പ്രൊഡക്ഷൻ യൂണിറ്റുകൾ അത് നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള സംഭവങ്ങളായിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് വെബ്സൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നേരെ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങളുടെ പ്രദേശം ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ആ ഒരു പ്രദേശത്തിനനുസരിച്ചുള്ള ഒരു പ്രൊജക്റ്റ് ഞാൻ നിങ്ങൾക്ക് തയ്യാറാക്കി തരാം. ഇനി ബാങ്കുകളുമായിട്ട് സംസാരിച്ച് ഇനി ഒരു യൂണിറ്റൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിനുള്ള ഡൗട്ടുകൾ കാര്യങ്ങൾ തീർത്ത് ഒരു യൂണിറ്റ് ഉണ്ടാക്കി എന്തൊക്കെ ചെയ്യണം, ആരെയൊക്കെ കാണണം, എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. അപ്പോൾ എല്ലാ സഹായത്തിനും നമ്മുടെ ഒരു ടീം നിങ്ങൾക്ക് അത് ചെയ്തു തരും. വളരെ ചെറിയ ഒരു സർവീസ് ചാർജ് മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്തു തരാം. ഈ അവസരങ്ങളെ തിരിച്ചറിയാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം. അപ്പോൾ ഈ അവസരങ്ങൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാം. അപ്പോൾ നിങ്ങൾ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് വീട്ടമ്മമാർക്ക്, ഇപ്പോൾ ഒരു വീട്ടിലിരുന്നുകൊണ്ടൊരു വീട്ടമ്മയ്ക്ക് എന്തൊക്കെ ചെയ്യാം.
അതിന് ഏതൊക്കെ ലോണുകൾ കിട്ടും. ഒരു ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവർ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ ഏതൊക്കെ ലോണുകൾ നിങ്ങൾക്ക്, ഏതൊക്കെ യൂണിറ്റുകൾ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കും. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു എക്സ്പോർട്ടർ ആവാൻ സാധിക്കുമോ? നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്കൊരു കമ്പനി ഒന്നും ഇല്ലെന്ന് വെച്ചോ, നിങ്ങൾക്ക് ഒരു ചെറിയൊരു ആശയം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ആശയം അങ്ങനെ വർക്കൗട്ടാക്കി എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചൈനയിൽ നിന്നൊക്കെ പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് റീസെയിൽ ചെയ്ത് അങ്ങനെ കുറേ ബിസിനസ്സുണ്ട്. കുറേയധികം കാര്യങ്ങളെ നമ്മൾ കോർത്തിണക്കിക്കൊണ്ട് നിങ്ങൾക്കൊരു പുതിയ അവസരം ഉണ്ടാക്കി തരാനായിട്ടുള്ള ചെറിയൊരു സംഭവം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുണ്ടോ? അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊന്നും മനസ്സിലായി കാണത്തില്ല. വിശദമായിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, യെസ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും നമ്പർ തരാം. അപ്പോൾ എന്നിട്ട് ആ നമ്പറിലേക്ക് വിളിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കി ലോൺ റെഡിയാക്കി തന്നിരിക്കും കേട്ടോ. ചെറിയൊരു സർവീസ് ചാർജൊക്കെ നമ്മൾ കിടക്കും, കാര്യം ഉള്ളതുപോലെ പറയും കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങൾ അവസരങ്ങളെ തിരിച്ചറിയുക. നിങ്ങൾ ഒന്നും വേണ്ട, നേരെ തൊട്ടടുത്ത് ബാങ്കിലോട്ട് പോയാൽ തന്നെ എല്ലാ കാര്യങ്ങളും അറിയാം. ഇനി അതിന് മടിയുള്ള ആളാണെങ്കിൽ അതും ചെയ്തു തരാം. ഓക്കെ.